ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ, വൈദിക സമർപ്പിത കുടുംബം കേട്ടോ, ഒരുപാട് എല്ലാ കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു കേട്ടോ. ഇന്ന് 2 തരത്തിൽ സന്തോഷമുണ്ട്. ഒന്ന് ദനഹ തിരുനാളാണ്, അതിൻ്റെ മംഗളങ്ങള്. പിന്നെ ദൈവത്തിന്റെ കരുണയിൽ ദനഹ തിരുനാൾ ദിവസം നമ്മുടെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി വൈദിക സമൂഹത്തിൽ പുതിയ ബാച്ച്, അടുത്ത ബാച്ച് വ്രതം ചെയ്ത് സന്യാസ സഭയുടെ ഭാഗമായിട്ട് 4 പേരാണ് ഇന്ന് വ്രതം ചെയ്തിരിക്കുന്നത് കേട്ടോ. അട്ടപ്പാടിയിൽ വെച്ചായിരുന്ന കർമ്മങ്ങള് അതെല്ലാം കഴിഞ്ഞു. അതിന്റെ എല്ലാ തരത്തിലും ഞാൻ ഫോട്ടോസ് എന്തായാലും ഫേസ്ബുക്കിൽ ഇടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കാര്യം ചെയ്താലോ, വ്രതമെടുത്ത ആ 4 പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ നന്മറിഞ്ഞറിയും ചൊല്ലി അല്ലേ, 4 പേർക്ക് നന്മറിഞ്ഞ ചൊല്ലി അങ്ങ് പ്രാർത്ഥിക്കും. അവർ നല്ല ഇനി സെമിനാരിയുടെ അടുത്ത് ഫിലോസഫി, തിയോളജി പഠനങ്ങൾ നല്ല വിശുദ്ധരായി മാറണം. അതിനുവേണ്ടി നമ്മുടെ പിള്ളേരല്ലേ, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. വ്രതം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പ് കൊടുക്കും കേട്ടോ, ക്യാസൊക്കെ അവർക്ക് കൊടുക്കും, പിന്നെ വ്രതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ എന്നുള്ളതാണ്. ഹെബ്രായ ലേഖനം 9:14 വളരെ ഇഷ്ടപ്പെട്ട വചനമാണ്. കുറച്ചധികമുണ്ട്, എന്നാലും നിങ്ങളതൊന്ന് ആദ്യം വാങ്ങിയിട്ട് അവസാന ഭാഗം പഠിക്കുന്നത് നല്ലതാണ്. എങ്കിലും ഇത് പറയാണ്, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, ഇനിയുള്ള ശ്രദ്ധിച്ച് കേട്ടോ, ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. അപ്പൊ ഈശോ രക്തമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. അപ്പൊ നിത്യാത്മാവ് മുതൽ കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ഈശോയുണ്ടല്ലോ, ഈശോയുടെ പരിശുദ്ധ രക്തം, കുരിശിൽ ചിന്തിയ രക്തം വഴി, രക്തം വിലയായി കൊടുത്ത് വീണ്ടെടുക്കപ്പെടെ ആ ഈശോയുടെ രക്തം ചെയ്യുന്ന ആ ഈശോയുടെ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചവരുടെ ദൈവത്തെ അല്ല, ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുക. നമ്മുടെ ഈശോ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്, അവിടുന്ന് ഉത്ഥാനം ചെയ്ത ദൈവമാണ്, അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്, നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. അപ്പൊ ആ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാ? നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ ഈശോയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ ഈശോയ്ക്കാണ് ചെയ്യുന്നത് അല്ലേ. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ, നമ്മുടെ മനസാക്ഷിയിൽ നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തത്. പാപമായിരിക്കണമെന്നില്ല, പക്ഷെ ജീവൻ നൽകാത്തതാവാം. വ്യർത്ഥമായ ചിന്ത, നിർജീവ പ്രവർത്തികളിൽ നിന്ന് യേശുവിന്റെ രക്തം എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, കുഞ്ഞു കാര്യം പറയട്ടെ, സിമ്പിള്. എല്ലാ ദിവസവും കുറച്ചാൽ വരുന്ന ഈശോയെ, എൻ്റെ അന്ധകരണത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ മനസാക്ഷിയെ ഈശോ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് ശുശ്രൂഷ എന്നെ അഭിഷേകം ചെയ്യണം എന്നൊരു കുഞ്ഞു പ്രാർത്ഥന ഉണ്ടാക്കിക്കോ. നിങ്ങളുണ്ടായിക്കോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിക്കോ. എൻ്റെ ബോധ മനസ്സോ, എൻ്റെ ശരീരം, ആത്മാവ്, ഹൃദയം അല്ലെ, എൻ്റെ ശരീരം മുഴുവൻ, എൻ്റെ ആത്മാവ് അല്ലേ, അത് പറഞ്ഞു ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾ വിചാരിക്കുന്നു അതുപോലെ ഈശോയുടെ രക്തത്തിന്റെ പവറല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഡെലിവറൻസ് അല്ലേ. എന്തൊരു വിടുതലാണ്. ആന്തരിക മുറിവുകളൊക്കെ ചുമ്മാ പോക്ക് ഉണങ്ങും കേട്ടോ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു സ്വന്തമായി നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ സുഹൃദയം ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ പേറ്റന്റ് തന്നിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശേഷമൊന്നുമില്ല വേറെ. ശരി കേട്ടോ, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചികത്തിനും, അന്ധകാര ശത്രു ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ, ബാധകളെ, ഭൂതങ്ങളെ, തടസ്സങ്ങളെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ ഈ ടോക്ക് കേൾക്കുന്ന ഓരോരുത്തരുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇടവരട്ടെ. ആന്തരിക മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, ഇവരുടെ നിയോഗങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു, ഇവരുടെ കുടുംബങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു, ഇവരുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ, ഇവരുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. കൃപ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. എന്താണ് നിങ്ങളുടെ ആവശ്യം? അവിടെ ഈശോ ഇടപെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.